back to our YouTube channel Bharat and Bhagya Officials. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്മരാജൻ സാറിന് ഞവരക്കൽ തറവാട്ടിലാണ്. പത്മരാജൻ സാറിനെ അറിയാത്തവർ മലയാളികളായി ആരും തന്നെ ഇല്ല. അദ്ദേഹത്തിൻ്റെ 34ാം ചരമവാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ മുതുകുളത്തുള്ള പത്മരാജൻ സാറിൻ്റെ ഞവരക്കൽ തറവാട്ടിൽ എത്തിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു ചിത്രം തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും 2 ദിവസത്തെ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ആദ്യത്തെ ദിവസം LP, UP, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ തല ഉപന്യാസ മത്സരവും ചിത്രരചനാ മത്സരവുമുണ്ട്. ശരിക്കും കുട്ടിക്കാലത്തെ അദ്ദേഹത്തിന് കഥകൾ കേൾക്കുവാനും എഴുതുവാനും ഒക്കെ വളരെ ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു. ശരിക്കും അമ്മയാണ് അദ്ദേഹത്തിന് കഥകൾ കേൾപ്പിച്ചു കൊടുക്കുന്നത്. ഒരു പക്ഷേ അമ്മയിൽ നിന്നുള്ള പ്രചോദനമായിരിക്കും പിൽക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പല രചനകളും. അങ്ങനെ പത്മരാജൻ എന്ന അതുല്യ പ്രതിഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാള സാഹിത്യത്തിനും സിനിമയ്ക്കും പകരം വയ്ക്കാനില്ലാത്ത ഒരു അതുല്യ പ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പെരുവഴി അമ്പലത്തിൽ തുടങ്ങി ഞാൻ ഗന്ധർവ്വിൽ അവസാനിക്കുന്ന 18 സിനിമകൾ. സിനിമയ്ക്ക് ആവശ്യമായ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഹാസ്യമായാലും പ്രണയമായാലും ജീവിതബന്ധിയായ അനുഭവങ്ങളാണ്. സിനിമയിൽ സജീവമായ 16 വർഷങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് 36 തിരക്കഥകൾ, 18 സിനിമകളും. ഇത് പത്മരാജൻ്റെ എല്ലാവർക്കും അറിയുന്ന പോലെ 34ാമത് വാർഷികമാണ്. അതായത് 91 ജനുവരി 23-നാണ് പത്മരാജൻ നമ്മളെയൊക്കെ വിട്ട് മലയാള സാഹിത്യത്തെയും സിനിമയും വിട്ട് എവിടേക്കാണ് ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഗന്ധർവ ലോകത്തിലേക്കായിരിക്കാം ഒരുപക്ഷെ. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമ ഞാൻ ഗന്ധർവനാണ്. പോയി കേൾക്കുന്ന പാട്ട് പോലെ ദേവാങ്കണങ്ങളൊക്കെ ഒഴിഞ്ഞ താരകം. മനോഹരമായ വരികൾ കൈതപ്പുറം തിരുമേനിയെ കൊണ്ട് എഴുതിച്ച് ഏതാണ്ട് അപ്പോഴും അദ്ദേഹം പറഞ്ഞില്ല. അതിനകത്തെ ഓരോ ഡയലോഗ്സും നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണിത്. ഈ ബ്രഹ്മദേവൻ്റെ ശബ്ദമുണ്ട്, ഹേ ഗന്ധർവ നീ വീണ്ടും പിടിക്കപ്പെട്ടിരിക്കുന്നു, ഇനി നിനക്ക് ഈ ഭൂമിയിൽ ജീവിതമില്ല, ഇനി നിനക്കുള്ളത് ഇന്നത്തെ രാത്രി മാത്രം. ഈ രാത്രിയുടെ 17ാമത്തെ കാറ്റ് വീശുമ്പോൾ ഭൂമിയിൽ നിന്നും എന്നേക്കുമായ യാത്രയായിരിക്കും എന്നൊക്കെയുള്ള വല്ലാത്ത ഒരു തിരക്കഥയുടെ അമ്മാവൻ അതുവരെ എഴുതാത്ത രീതിയിലുള്ള എഴുത്തായിരുന്നു മുതൽ. അപ്പോൾ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 34ാമത് അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഈ 34 വർഷം കഴിഞ്ഞെങ്കിലും ഈ പത്മരാജൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, ജ്വലിക്കുന്ന ഓർമ്മകൾ തന്നെ പറയാം. അത് ഭംഗിവാക്കല്ല, സത്യത്തിൽ പുതിയ തലമുറയ്ക്ക് പോലും. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ജനിച്ചിട്ടില്ലാത്ത കുട്ടികളാണിപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ചെറുപ്പക്കാർ പോലും അന്ന് ജനിച്ചിട്ടുണ്ടാവില്ല. കാരണം 34 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ അദ്ദേഹത്തിനെ കാണാൻ വഴിയില്ല. എങ്കിലും ആ കൊച്ചുകുട്ടികൾ പോലും, ഇപ്പോൾ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് പോലും പത്മരാജൻ്റെ ഏതാണ്ട് എല്ലാ രചനകളും അവർ വായിക്കാൻ ശ്രമിക്കുന്നു. പത്മരാജൻ ചെയ്ത സിനിമകൾ, ചെയ്തു വെച്ച സിനിമകൾ അവർ കാണാൻ ശ്രമിക്കുന്നു. അതിലൂടെ അവർ ഈ പുതിയ തലമുറയ്ക്ക് അവർ തന്നെയാണ് ആരാണ് പത്മരാജൻ എന്ന് അവർ തന്നെ പകർന്നു കൊടുക്കുന്നു. അതൊക്കെ ഒരു വല്ലാത്തൊരു അതിശയമാണ്, ഒരു വല്ലാത്ത പിറവി എന്നേ പറയാനൊക്കുള്ളൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ്, ചേച്ചിയുടെ മകനാണ്. അപ്പോൾ ഇത് ഞവരക്കൽ തറവാട്, അദ്ദേഹം ജനിച്ചതും ഞാനും ഇവിടെ തന്നെയാണ് ജനിച്ചത്. ഇപ്പോൾ അപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓർമ്മകൾ. അതെ 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 ഓക്കെ. അതെ, ശരിക്കും ഹരിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പപ്പേട്ടനെക്കുറിച്ച് പറയുമ്പോൾ ജ്വലിക്കുന്ന ഓർമ്മ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ പുഷ്പാർച്ചന നടക്കുന്ന അവിടെയും സന്ദർശിച്ചതിന് ശേഷം അവിടെ താമസമായിരിക്കും അവിടുത്തത്. അതിനാൽ ഞങ്ങൾക്ക് സമയം തീരെ കുറവായതിനാൽ ഞങ്ങൾ അതിന് ശേഷം വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. പിന്നെ ശരിക്കും മനോഹരമായ ഒരു സ്ഥലം തന്നെ, നമുക്ക് നല്ല പച്ചപ്പോടെ നിറഞ്ഞൊരു ഗ്രാമാന്തരീക്ഷം തന്നെയാണ്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.